ചോദിച്ചില്ലേ വസ്തു വിൽക്കാം. ഇപ്പൊ എനിക്ക് പറയണം, ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഈ വസ്തു വിറ്റിട്ട് വേണം വിദേശത്ത് അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് പോകാൻ. ഒരു ജോലി ശരിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ വസ്തു വിറ്റിട്ട് വേണം പോകാൻ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കരുത്. ആ ജോലിക്ക് പോയി കഴിഞ്ഞാലേ ഈ വസ്തു വിൽക്കാൻ പറ്റൂ. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ എന്ത് കാര്യവും നമ്മൾ ഒരു കാര്യം ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. അത് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞത് അത് ചെയ്തെങ്കിൽ മാത്രമേ ഈ വിചാരിച്ച കാര്യം അവിടെ നടക്കത്തുള്ളൂ ട്ടോ. അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു മനഃശാസ്ത്രപരമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് അങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യത്തിനും ഞാനത് മിനിഞ്ഞാന്ന് ഉദാഹരണം പറഞ്ഞായിരുന്നു. ഇപ്പം ചെറുതായിട്ട് ഒരു മഴ ചാറുവാണ്. അപ്പൊ ഞാൻ വിചാരിക്കണം എന്തായാലും മഴ പെയ്ത് തോന്നിട്ടേ ഇനി പോന്നോളൂ. എനിക്കെന്നാ അത്യാവശ്യമായിട്ട് പോവുകയും വേണം. ആ ഒരു സമയത്ത് ഒരിടത്ത് എത്തിപ്പെടുകയും വേണം. പക്ഷേ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇനി മഴ തോന്നിട്ട് പോവാം എന്ന് വിചാരിച്ചിരുന്നാൽ എനിക്ക് അന്ന് പോകാൻ പറ്റത്തില്ല. അതേസമയം 10 ചുവട മഴയത്ത് അങ്ങോട്ട് നടക്കാൻ നോക്ക്. അപ്പൊ നമുക്ക് മഴ തോന്നി കിട്ടുകയും ചെയ്യും പോവാനും പറ്റും. അതാണ് അവസ്ഥ. അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു കാര്യം പിന്നത്തേക്ക് വെക്കരുത്. അല്ലെങ്കിൽ ഒരു കാര്യം സാധിച്ചിട്ട് മറ്റേ കാര്യം ചെയ്യാന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കരുത്. അത് നടക്കാൻ സാധ്യത കുറവാണ്. അതൊരു